നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് 9ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അടിസ്ഥാന പാഠാവലിയിലെ ആദ്യ യൂണിറ്റിൽ വരുന്ന പാഠഭാഗമാണ് ശാന്തിനികേതനം. വ്യത്യസ്തമായൊരു പഠനാനുഭവമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. പാഠഭാഗത്ത് വരുന്ന ഏറ്റവും പ്രധാനവും ഇനി അപ്രധാനമെന്ന് തോന്നിക്കുന്നതുമായ എല്ലാ ചോദ്യങ്ങളും അത് പരാമർശിച്ചുകൊണ്ടാണ് ഇന്നത്തെ പാഠഭാഗം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ പാഠഭാഗം വായിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതാദ്യം കേൾക്കുക. അതിനുശേഷം പാഠപുസ്തകം എടുത്ത് വെച്ചിട്ട് വേണം എൻ്റെ ക്ലാസ്സിൻ്റെ ഒപ്പം ഇരിക്കാൻ. പറയുന്ന കാര്യങ്ങൾ, അതിലെ വരികൾ ബുക്കിൽ രേഖപ്പെടുത്തുക. അതിൻ്റെ ആശയതലം പ്രതിപാദിക്കുന്നത് നോട്ട്ബുക്കിൽ കുറിച്ച് വയ്ക്കുക. ചെയ്യില്ലേ? ഭാരതത്തിൻ്റെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ട് ടാഗോറിൻ്റെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക കലാദർശനങ്ങൾ ഒത്തുചേരുന്ന ശാന്തിനികേതനം വിശ്വമാനവികതയുടെ പ്രതീകമാണ്. ആ ശാന്തിനികേതനത്തിലേക്കാണ് അതിനെക്കുറിച്ചുള്ള അറിവുകൾ തേടിക്കൊണ്ട് മലയാളത്തിൻ്റെ സഞ്ചാര സാഹിത്യകാരൻ എന്ന പേരിൽ പ്രസിദ്ധനായിട്ടുള്ള എസ്.കെ. പൊറ്റക്കാട്ട്, അതായത് ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്ട് നടത്തിയ യാത്രയുടെ അനുഭവങ്ങളാണ് ഈ പാഠഭാഗത്തിലൂടെ വിവരിക്കുന്നത്. യാത്രാസ്മരണകൾ എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ പാഠഭാഗം ആയിട്ടുള്ള ശാന്തിനികേതനം. നടക്കുംതോറും തെളിയും വഴികൾ എന്നതാണ് ആദ്യ യൂണിറ്റിൻ്റെ പേര്. എന്താണത് അർത്ഥമാക്കുന്നത്? ദേശദേശാന്തരങ്ങളിലൂടെ വ്യത്യസ്തരായ മനുഷ്യരെയും പ്രകൃതിയെയും ചുറ്റുപാടുകളെയും അറിഞ്ഞുകൊണ്ടുള്ള യാത്രകൾ, അതിജീവനത്തിനും ഉപജീവനത്തിനും വിജ്ഞാനത്തിനും വേണ്ടിയുള്ള യാത്രകൾ, വിനോദത്തിനു വേണ്ടി നടത്തിയ യാത്രകൾ, അതുപോലെ ചരിത്രവും സംസ്കാരവും തേടിയുള്ള യാത്രകൾ. അങ്ങനെ വ്യത്യസ്തമായ അനുഭവ പാഠങ്ങളായി ആവിഷ്കരിക്കുമ്പോൾ അത് പുതിയൊരു വായനാനുഭവം അനുവാചകർക്കേകുന്നു എന്നതാണ് ഈ യൂണിറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ദേവി എന്ന പേരിൽ കവിതയും സുജാത എന്ന പേരിൽ ഗദ്യവും എഴുതി പ്രസിദ്ധയായ എഴുത്തുകാരി സുജാത ദേവി തൻ്റെ ചേച്ചിയായ സുഗതകുമാരിക്ക് എഴുതിയ ഒരു കത്ത് ആണ് പ്രവേശകമായി കൊടുത്തിരിക്കുന്നത്. കാടുകളുടെ താളം തേടി എന്ന യാത്രാവിവരണത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് പ്രവേശകമായി കൊടുത്തിരിക്കുന്ന കത്ത്. പ്രവേശകമായി കൊടുത്തിരിക്കുന്ന കത്ത് നമുക്കൊന്ന് വായിക്കാം. പ്രിയപ്പെട്ട ചേച്ചി, എത്ര നാളായി ഞാനിങ്ങ് പോന്നിട്ട്? 2 മാസം. ഇത്ര നാൾ തനിച്ച് വീട്ടിൽ നിന്നും മാറി നിന്നിട്ടേയില്ല. ഈ യാത്ര എല്ലാ അർത്ഥത്തിലും എനിക്കൊരു ഹിമാലയൻ യാത്രയായിരുന്നു. 12 വർഷത്തെ സാധാരണ ജീവിതത്തിൽ നിന്ന് നേടുന്നതിൽ എത്രയോ അധികം അനുഭവ പാഠങ്ങൾ 2 മാസത്തെ യാത്രയിൽ ഞാൻ പഠിച്ചു. കഴിഞ്ഞ തീർത്ഥാടനവും ഈ പഠനാടനവും ജീവിതത്തിൻ്റെ എത്ര മുഖങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. ഇക്കോളജിയേക്കാളും സോഷ്യോളജിയേക്കാളും പരുക്കൻ ജീവിത പാഠങ്ങളാണ് ഞാൻ നന്നായി പഠിച്ചതെന്ന് തോന്നുന്നു. വഴിവക്കിലെ പെട്ടിക്കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ, പീടികത്തിണ്ണയിലും ചായക്കടയിലും അന്തി ഉറങ്ങാൻ, അപരിചിതരുടെ സൈക്കിളിൻ്റെ പിന്നിലും ലോറിയിലും ഒക്കെ കയറി യാത്ര ചെയ്യാൻ, റിസർവേഷൻ ഇല്ലാത്ത ട്രെയിനിൽ ഇടനാഴിയിൽ പെട്ടിയിൽ കുത്തിയിരുന്നുറങ്ങാൻ, രോഗങ്ങളെ ചെറുക്കാൻ, സ്വന്തം ഭാരം സ്വയം ചുമക്കാൻ, മര്യാദക്കാരോടും മര്യാദയില്ലാത്തവരോടും പെരുമാറാൻ, സ്വയം സൂക്ഷിക്കാൻ, തനിച്ചിരിക്കാൻ പോരെ, മറ്റൊരാളാവാൻ ഇത്രയൊക്കെ പോരെ? ഒക്കെ പ്രായോഗിക ജീവിത പാഠങ്ങൾ. കാട്ടിനുള്ളിലെ ജീവിതത്തിൻ്റെ താളം ഒന്ന് വേറെ. അത് സുഖകരമായൊരനുഭൂതിയാണ്. കാടും മലയും പുഴയും കൂടെ തന്നതൊക്കെ പറയാൻ വാക്കില്ല. ആ ഇന്ദ്രിയാനുഭൂതികൾ ഉള്ളിൽ നിറഞ്ഞു വിങ്ങുന്നത് എന്നെങ്കിലും ഇറ്റ് കവിതയായെങ്കിൽ ഞാൻ ധന്യയായി. അന്യരായ മനുഷ്യരുമായി ഇടപഴകിയപ്പോൾ അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ എൻ്റേതായി മാറിയതുപോലെ. കണ്ണീരും നോവും ചിരിയും കലർന്ന ആ കഥകൾ എന്നെ സാഡർ ആൻഡ് വൈസർ ആക്കുമോ എന്നറിഞ്ഞില്ല. എന്തായാലും നിധികുംഭങ്ങളാണ് ഹിമാലയം തന്നതൊക്കെ. ഈ യാത്ര ഒരു തുടക്കം മാത്രമാണെന്ന് ഞാൻ കരുതുന്നു. അറിവിൻ്റെയും അനുഭൂതിയുടെയും ഈ നീരൊഴുക്ക് ഉറവ പൊട്ടി തുളുമ്പിയത് കെട്ടി നിർത്താനുള്ളതല്ലെന്നും ഞാൻ അറിയുന്നു. ഇതിൻ്റെ ആഴവും ഒഴുക്കും വർദ്ധിക്കാൻ, ഇത് എത്തേണ്ടയിടത്ത് ചെന്നെത്താൻ
അപ്രമേയതയുടെ കാരുണ്യം ഗംഗാപ്രവാഹമായി അലിഞ്ഞെത്തി എന്നെ അനുഗ്രഹിക്കട്ടെ. വേഗം നാട്ടിലെത്താം, വീട്ടിലെത്താൻ തിരക്കായി. സ്വന്തം അനിയത്തി സുജാതാദേവി. ഈ കത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, പഠനാഠനം. പഠനാഠനം എന്ന് പറഞ്ഞാൽ പഠനയാത്രയാണ്. ഹിമാലയ യാത്ര എല്ലാ അർത്ഥത്തിലും എനിക്കൊരു കഠിനയാത്രയായിരുന്നു. അതാണ് ഹിമാലയ യാത്ര ഒരു കഠിനയാത്ര എന്നാണ് യാത്രിക സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല, ജീവിത പാഠങ്ങളാണ് അവർക്ക് പകർന്നു കിട്ടിയത്. അതുകൂടാതെ വേറൊരു വാക്കിവിടെ പറയുന്നുണ്ട്, ഐന്ദ്രിയാനുഭൂതികൾ. എന്താണ് ആ വാക്കിനർത്ഥം? ഇന്ദ്രിയങ്ങൾ നൽകുന്ന അനുഭൂതി. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കാണുന്നതും കേൾക്കുന്നതും സ്പർശിക്കുന്നതും നമ്മൾ ശ്വസിക്കുന്നതും രുചിക്കുന്നതും ഒക്കെ നൽകുന്നത് അനുഭൂതി വിശേഷങ്ങളാണ്, ഇല്ലേ? അപ്പോൾ സുജാതാദേവി സുഗതകുമാരിക്ക് എഴുതിയ കത്ത് ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? കാടുകളുടെ താളം തേടി. പഠനയാത്ര എന്ന വാക്കിന് പകരമായിട്ട് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് പഠനാഠനം എന്നാണ്. അതുകൂടാതെ അറിവിൻ്റെയും അനുഭൂതിയുടെയും ഈ നീരൊഴുക്ക് ഉറവ പൊട്ടി തുളുമ്പിയത് കെട്ടി നിർത്താനുള്ളതല്ലെന്നും ഞാൻ അറിയുന്നു. ഇവിടെ ഒരു വാക്ക് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഉറവ പൊട്ടി തുളുമ്പിയത് കെട്ടി നിർത്താനുള്ളതല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ഉറവ പൊട്ടി ഒഴുകുക എന്ന് പറഞ്ഞാൽ ആരംഭം കുറിക്കുക എന്നുള്ളതാണ്. അത് കെട്ടി നിർത്താനുള്ളതല്ല, അതായത് അവസാനിപ്പിക്കാനുള്ളതല്ല. തൻ്റെ യാത്രകൾ ഇനിയും തുടരണം എന്നതാണ് ആ വാക്കുകളിലൂടെ അർത്ഥമാക്കുന്നത്. ഉറവ പൊട്ടി തുടങ്ങിയിട്ടേയുള്ളൂ, എന്ന് വെച്ചാൽ ആരംഭം കുറിച്ചിട്ടേയുള്ളൂ. ഈ യാത്രകളുടെ ആരംഭം കുറിച്ചിട്ടേയുള്ളൂ, അത് കെട്ടി നിർത്താൻ പറ്റില്ല. അതിനർത്ഥം യാത്രകൾ അവസാനിപ്പിക്കാനുള്ളതല്ല, അത് തുടരാനുള്ളതാണ് എന്നാണ് ആ വരികളിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ സുജാതാദേവിക്ക് ഈ യാത്രകൾ ഇനിയും തുടരണം എന്നതിന് പ്രചോദനമാകുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? ജീവിതാനുഭവങ്ങൾ നൽകുന്നതാണ്. ഓരോ യാത്രയും ജീവിത പാഠങ്ങൾ, ജീവിതാനുഭവങ്ങൾ പകർന്നു നൽകുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ഇന്ദ്രിയങ്ങൾക്ക് അനുഭൂതി പകരുന്നു. അതാണ് നേരത്തെ പറഞ്ഞ വാക്ക് എന്തായിരുന്നു? ഐന്ദ്രിയാനുഭൂതികൾ നൽകുന്നു എന്ന് പറഞ്ഞു. അതായത് ഇന്ദ്രിയങ്ങൾ നൽകുന്ന അനുഭൂതിയും അതുപോലെ തന്നെ ജീവിതാനുഭവങ്ങളും ഈ യാത്രകൾ സമ്മാനിക്കുന്നു. അതുകൊണ്ട് തൻ്റെ യാത്ര ഒരു ഉറവ പൊട്ടി ഒഴുകുന്നത് പോലെ തുടക്കം കുറിച്ചിട്ടേയുള്ളൂ, അത് തടഞ്ഞു നിർത്താനാവില്ല, അതിനെ കെട്ടി നിർത്താനാവില്ല. തൻ്റെ യാത്രകൾ തനിക്ക് ഇനിയും തുടരണമെന്നതാണ് വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, ഇക്കോളജിയേക്കാളും സോഷ്യോളജിയേക്കാളും പരുക്കൻ ജീവിത പാഠങ്ങൾ പഠിച്ചു എന്നിവിടെ പറയുന്നുണ്ട്. എന്താണ് അതിനർത്ഥം? ഞാൻ നന്നായി പഠിച്ചത് ഇക്കോളജിയേക്കാളും സോഷ്യോളജിയേക്കാളും പരുക്കൻ ജീവിത പാഠങ്ങളാണ്. ഇങ്ങനെ പറയാൻ എന്തായിരിക്കും കാരണം? അതായത് ഇക്കോളജി എന്ന് പറയുന്നത് പരിസ്ഥിതി പഠനമാണ്, സോഷ്യോളജി എന്ന് പറയുന്നത് സമൂഹശാസ്ത്ര പഠനവുമാണ്. ഇവ രണ്ടും പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ നന്നായി യാത്രയിലെ നേരനുഭവങ്ങളിൽ നിന്ന് നേടാൻ കഴിയുന്നു എന്നതാണ് യാത്രികയുടെ ആ ഹിമാലയൻ യാത്ര കൊണ്ട് അവർ സ്വായത്തമാക്കിയത്. എന്താണ്? ഈ പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്ന അറിവിനേക്കാൾ യാത്രയിൽ താൻ കണ്ടത്, അനുഭവിച്ചറിഞ്ഞത് തൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ, അനുഭവ പാഠങ്ങളാക്കാൻ ആ യാത്ര സഹായിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ പരിസ്ഥിതി പഠനവും സോഷ്യോളജിയും ഇക്കോളജിയും ഒക്കെ പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കാൻ എളുപ്പമാണ്. പക്ഷേ അത് നേരെ അറിവിൻ്റെ പാഠങ്ങളായി നമുക്ക് പ്രായോഗിക പാഠങ്ങളായി, ജീവിത പാഠങ്ങളായി അനുഭവവേദ്യമാകണമെങ്കിൽ, അത് നമുക്ക് അനുഭൂതി വിശേഷം പകർന്നു തരണമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം? ഈ യാത്ര കൊണ്ട് നേടാനേ പറ്റൂ. അവയാണ് നമുക്ക് നേരറിവിൻ്റെ നേർക്കാഴ്ചകളുടെ സ്വാനുഭവങ്ങളുടെ പാഠങ്ങൾ പകർന്നു തരുന്നത്. അതുകൂടാതെ പറയുന്നുണ്ട്, പോരെ മറ്റൊരാളാകാൻ ഇത്രയൊക്കെ പോരെ എന്ന് പറയുന്നുണ്ട്. തൻ്റെ യാത്രാനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനർത്ഥം എന്താ? അതായത് യാത്രകൾ പരുക്കൻ ജീവിത അനുഭവങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ്. യാത്രകൾ ജീവിതത്തെ പരിവർത്തിപ്പിക്കുന്നു. അതായത് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ, നമ്മൾ കാണുന്ന അനുഭവങ്ങളും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ട് അതിനെ തരണം ചെയ്യുന്നതും, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പഠിക്കുന്നുണ്ട്, അല്ലേ? സ്വന്തം കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ചുറ്റുപാടിനെ അറിയാൻ, സമൂഹത്തെ അറിയാൻ, വ്യക്തികളെ പരിചയപ്പെടാൻ, അങ്ങനെ പല
അനുഭവങ്ങളും അനുഭൂതി വിശേഷങ്ങളും നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ യാത്രകൾ സഹായിക്കും എന്നതാണ് ആ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി മറ്റൊരാളായി തീരാൻ എനിക്ക് ഇനിയും ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ സഹായകമായൊരു യാത്രയായിരുന്നു. അത്രയും അനുഭവ പാഠങ്ങളാണ് ഈ ഹിമാലയൻ യാത്രയിലൂടെ. തികച്ചും കഠിനമായ യാത്രയായിരുന്നു, പക്ഷേ തൻ്റെ ജീവിതത്തിൽ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ അത് പരിവർത്തനത്തിൻ്റെ ഒരു തുടക്കം കുറിക്കാനുള്ള യാത്രയായിരിക്കുമെന്നാണ് ലേഖിക പറയുന്നത്. അതുകൂടാതെ ഹിമാലയം യാത്രയെ നിധികുംഭങ്ങൾ പോലെയാണ് എന്ന് സുജാതാദേവി പറയുന്നുണ്ട്. എന്താണ് അതിനർത്ഥം? യാത്രകൾ അനുഭവങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. നേരറിവിൻ്റെ ജീവിത പാഠങ്ങളുടെ പ്രായോഗികമായിട്ടുള്ള അനുഭവ പാഠങ്ങൾ. അത് വ്യത്യസ്ത ജീവിതങ്ങളെ നമ്മൾ നേരിൽ കണ്ട് അനുഭവിക്കുകയാണ്. മനുഷ്യരുടെയും പ്രകൃതിയുടെയും താളത്തെയും ജീവിതചര്യകളെയും വനത്തിൻ്റെ ഭീകരതയെയും അങ്ങനെ എന്തൊക്കെയാണോ യാത്രയിൽ അനുഭവവേദ്യമാക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്, അതൊക്കെ പ്രകൃതി നൽകുന്ന വിശുദ്ധമായ പാഠങ്ങളായിട്ടാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവ വിലപ്പെട്ട പ്രകൃതി നൽകുന്ന വിലപ്പെട്ട നിധിക്ക് തുല്യമായിട്ടുള്ള നിധി കുംഭത്തിന് നമുക്കൊരു നിധി കിട്ടിയാൽ അത് ജീവിതകാലം മുഴുവൻ നമുക്ക് സന്തോഷമായിരിക്കും, സൗഭാഗ്യമായിരിക്കും. അതേപോലെ ഇതേപോലുള്ള യാത്രകൾ നടത്തുന്നതിലൂടെ ഒട്ടനേകം അനുഭവ പാഠങ്ങൾ നമ്മൾ കണ്ടും നേരിട്ടും അനുഭവിച്ചും സ്വന്തം ജീവിതത്തിൽ അതിനെ തരണം ചെയ്തൊക്കെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആ മുന്നോട്ടുള്ള പ്രയാണത്തിന് തിളക്കമാകും. ഒരു നിധി കുംഭം നമുക്ക് എങ്ങനെയാണോ ഒരു ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് കാരണമാകുന്നത്, അതേപോലെ ഈ അനുഭവ പാഠങ്ങൾ ഓരോന്നും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതഗതിക്ക് മാറ്റം വരുത്താനായിട്ട് സഹായകമായിരിക്കുമെന്നാണ് ലേഖക പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ ഒരു പ്രവേശകമായി കൊടുത്തിരിക്കുന്ന ആ ചെറിയൊരു കത്തിൽ എത്ര വിശാലമായിട്ടുള്ള അർത്ഥതലങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പാഠം വായിക്കാതെ അല്ലെങ്കിൽ പാഠഭാഗത്തിൻ്റെ ഓരോ വരികളിലൂടെ മനസ്സിരുത്തി സഞ്ചരിച്ച് അർത്ഥം മനസ്സിലാക്കി പോയില്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഇത് അപരിചിതമാണ്. ഇതൊന്നും നമുക്ക് കേട്ടുകേൾവി പോലുമില്ല. ഇത് ഏത് ഭാഗത്തെയാണ്, ഏത് വരികളാണ്, ആരാണ് പറഞ്ഞത് എന്നൊക്കെ സംശയങ്ങളുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കേണ്ട രീതി എന്ന് പറയുന്നത് പാഠഭാഗം മനസ്സിരുത്തി വായിക്കുക. യൂണിറ്റിൻ്റെ പേര് മുതൽ പ്രവേശകമായി കൊടുത്തിരിക്കുന്നത് മുതൽ അങ്ങനെ എല്ലാം നിങ്ങൾ വളരെ വ്യക്തമായിട്ടും ശുദ്ധമായിട്ടും വായിച്ച് അതിൻ്റെ ആശയം മനസ്സിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ്. പാഠഭാഗത്തിൻ്റെ അവസാനത്തിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ മാത്രം കേട്ടും പകർത്തിയും വെച്ചതുകൊണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് നേടാനാവില്ല. പാഠഭാഗം ശരിയായിട്ട് ആശയതലത്തിലൂടെ സഞ്ചരിച്ച് അത് നിങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങളുടേതായിട്ടുള്ളൊരു ഭാഷയിൽ അത് എഴുതി പ്രകടിപ്പിക്കാനുള്ളൊരു കഴിവ് സ്വായത്തമാക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മലയാള ഭാഷ നിങ്ങൾക്ക് സ്വന്തമാണ്. നിങ്ങളെ തോൽപ്പിക്കാൻ പിന്നെ ആർക്കും പറ്റില്ല. മനസ്സിലായല്ലോ? അപ്പോൾ പാഠഭാഗങ്ങൾ മനസ്സിരുത്തി വായിക്കുക എന്നത് മാത്രമാണ് നിങ്ങൾക്ക് ഭാഷയെ അറിയാനും ഇതിൻ്റെ ആശയതലങ്ങൾ മനസ്സിലാക്കാനും. പരീക്ഷ എന്ന് പറയുന്നത് വെറുതെ ഒരു ദിവസം നമ്മുടെ കടന്നു പോകുന്ന ഒരു സാധാരണ ദിവസം പോലെ തന്നെ പരീക്ഷയെ നമുക്ക് നേരിട്ട് എഴുതി തിരിച്ചു പോരാവുന്നൊരു ദിവസമാണ്. പേടിക്കേണ്ടതേയില്ല. യാത്രിക നേടിയ അനുഭവ പാഠങ്ങൾ എന്തൊക്കെയാണ് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ എഴുതും? ജീവിതത്തിൽ വലിയ അനുഭവ പാഠങ്ങളാണ് യാത്രയിലൂടെ എഴുത്തുകാരി പഠിച്ചത്. സാധാരണക്കാരിൽ സാധാരണക്കാരിയായി ജീവിതം മുന്നോട്ട് പോകുന്നതും വിശക്കുമ്പോൾ തട്ടുകടയിൽ നിന്ന് കഴിക്കാനും വെറും നിലത്തും കടത്തിണ്ണയിലും കിടന്നുറങ്ങാനും അപരിചിതരോടൊപ്പം യാതൊരു സുരക്ഷയും അല്ലെങ്കിൽ സുരക്ഷാ ഭയവും ഇല്ലാതെ യാത്ര ചെയ്യാൻ, അങ്ങനെ പൊങ്ങച്ചങ്ങളില്ലാത്ത ജീവിതത്തിൻ്റെ പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രകൃതിയുടെ ജീവസ്സുകളിലേക്ക് യാത്ര നടത്തി. 12 കൊല്ലം കൊണ്ട് ജീവിതം നൽകാത്ത അറിവുകൾ വെറും 2 മാസം കൊണ്ട് ലഭിക്കുകയായിരുന്നു എന്നാണ് സുജാതാദേവി നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ യാത്രകൾ നടത്തേണ്ട ആവശ്യകത നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പ്രവേശകമായി കൊടുത്തിരിക്കുന്ന കത്തിന് താഴെ കൊടുത്തിട്ടുണ്ട് യാത്രകൾ എന്തിനെല്ലാം. വിനോദത്തിന് എന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾ പൂരിപ്പിക്കാനുള്ളതാണ്. അത് നമുക്ക് എങ്ങനെ പൂരിപ്പിക്കാം? പഠനയാത്ര, സാഹസിക യാത്ര, തീർത്ഥാടന യാത്ര, തൊഴിൽ തേടിയുള്ള യാത്ര,
അനുഭവവും അറിവും തേടിയുള്ള യാത്ര, ചരിത്രവും സംസ്കാരവും പരിചയപ്പെടാനുള്ള യാത്ര, അങ്ങനെ ഒട്ടനേകം യാത്രകളുണ്ട് ഇല്ലേ? ഇപ്പം അത് പൂരിപ്പിക്കാലോ? ആ ഒരു സംശയം തീർന്നില്ലേ? അതിന് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന എന്താണ്? യാത്രിക നടത്തിയ അനുഭവ പാഠങ്ങൾ കണ്ടെത്തി ചർച്ച ചെയ്യുക. എന്തൊക്കെയാണ് യാത്രിക കണ്ടെത്തിയ അനുഭവ പാഠങ്ങൾ? ഇക്കോളജിയേക്കാളും സോഷ്യോളജിയേക്കാളും പരുക്കൻ ജീവിത പാഠങ്ങൾ നന്നായി പഠിച്ചു എന്നാണ് യാത്രിക പറയുന്നത്. വഴിവക്കിൽ പെട്ടിക്കടയിൽ നിന്നും ഭക്ഷണം കഴിക്കാൻ, പീടികത്തിണ്ണയിലും ചായക്കടയിലും അന്തി ഉറങ്ങാൻ, അപരിചിതരുടെ സൈക്കിളിൻ്റെ പിന്നിലും ലോറിയിലുമൊക്കെ യാത്ര ചെയ്യാൻ, റിസർവേഷൻ ഇല്ലാത്ത ട്രെയിനിൽ ഇടനാഴിയിൽ പെട്ടിയിൽ കുത്തിയിരുന്നുറങ്ങാൻ, രോഗങ്ങളെ ചെറുക്കാൻ, സ്വന്തം ഭാരം സ്വയം ചുമക്കാൻ, മര്യാദക്കാരോടും മര്യാദ ഇല്ലാത്തവരോടും പെരുമാറാൻ, സ്വയം സൂക്ഷിക്കാൻ, തനിച്ചിരിക്കാൻ എന്നിങ്ങനെ ഒട്ടനേകം പ്രായോഗിക ജീവിത പാഠങ്ങൾ താൻ നേടി എന്നാണ് യാത്രിക പറയുന്നത്. അതുമാത്രമല്ല, ജീവിത പാഠങ്ങൾക്ക് പുറമെ ധാരാളം അനുഭവങ്ങളും അനുഭൂതികളും താൻ സ്വന്തമാക്കി എന്ന് അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കൊരു സംശയം തോന്നും, എന്താണ് ഈ ഹിമാലയൻ യാത്ര നൽകിയ അനുഭൂതി തലങ്ങൾ എന്തൊക്കെയാണ്? 2 മാസം നീണ്ടുനിന്ന വലിയൊരു യാത്രയിൽ നേരിട്ട ക്ലേശങ്ങൾ, അതിലൂടെ നേടിയ അറിവുകൾ, പ്രായോഗിക ജീവിത പാഠങ്ങൾ, പ്രത്യേകിച്ചും കാട്ടുജീവിതത്തിലെ കാണാക്കാഴ്ചകളും അനുഭവ സമ്പത്തും ഒക്കെയാണ് ഹിമാലയൻ യാത്ര എന്ന പ്രയോഗത്തിലൂടെ അർത്ഥമാക്കുന്നത്. അതുമാത്രമല്ല, ഹിമാലയൻ യാത്ര എന്ന പദത്തിൻ്റെ അർത്ഥം അത് ഒരുപക്ഷെ ചോദിക്കും, എന്താണ്, എങ്ങനെയുള്ളൊരു യാത്രയാണ്? അതൊരു കഠിനമായ യാത്രയാണ്. ഹിമാലയൻ യാത്ര ഒരു കഠിന യാത്ര എന്നതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പാഠഭാഗം തുടങ്ങുന്നതിന് മുൻപായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, യാത്രയിൽ കൊണ്ട വെയിൽ തിരികെ എത്തുമ്പോൾ തണലാകുന്നു. എന്താണ് ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത്? കടുത്ത ചൂടും വെയിലത്തുള്ള യാത്രയും നമുക്ക് പ്രയാസമുണ്ടാക്കും ഇല്ലേ? ഈ കഴിഞ്ഞ വേനൽക്കാലം അങ്ങനെയായിരുന്നു നമുക്ക്. എന്നാൽ യാത്രയോട് ഇഷ്ടം കൊണ്ട് ആ വെയിലിനെ വകവയ്ക്കാതെ നമ്മൾ യാത്ര ചെയ്യും. നമ്മുടെ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിലും നമ്മൾ യാത്ര ചെയ്തിരിക്കും. അവിടെ ഋതുഭേദങ്ങളൊന്നും നമ്മളെ അലട്ടില്ല. യാത്ര ക്ലേശകരമാണെങ്കിലും അതിലൂടെ ലഭിക്കുന്ന അറിവുകളും അനുഭൂതികളും ഉൾക്കൊണ്ടുകൊണ്ട് വ്യക്തിത്വത്തെ പരിപോഷിപ്പിക്കുവാനും ജീവിതത്തെ ശുദ്ധീകരിക്കാനുമുള്ള ജീവിത പാഠങ്ങൾ ഈ ക്ലേശകരമായ യാത്രയിലൂടെ നമുക്ക് തണലായി മാറുകയാണ്. ചുരുക്കത്തിൽ, യാത്രയിൽ നമുക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകൾ ജീവിത വഴിയിൽ എവിടെയെങ്കിലും നമുക്ക് തണലായി മാറുമെന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. അതായത് ഇപ്പോൾ പഠനം എന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ളൊരു യാത്രയാണ്. ഇപ്പോൾ എങ്ങനെയാണോ നിങ്ങൾ ആ പഠനത്തെ വളരെ വ്യക്തമായും സ്പഷ്ടമായും പഠിക്കുന്ന ശരിയായുള്ള പഠനക്രമങ്ങളും ഒക്കെ നിങ്ങൾ ശീലിച്ച് വളരെ മിടുക്കരായി പഠിക്കുമ്പോൾ ഭാവിയിൽ അതിൽ നിങ്ങൾക്ക് ഗുണം ലഭിക്കും, അതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ജീവിതം ഒരു യാത്രയാണ്. ആ യാത്രയിൽ നമ്മൾ നേരിടുന്നത് എന്തും, നമ്മൾ കൈക്കൊള്ളുന്നത് എന്തും ക്ലേശകരമായിരിക്കാം. പക്ഷേ അതിൻ്റെ ഭാവിയിൽ നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും മികച്ച ഒരു ഫലമായിരിക്കും. നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ആശ്വാസവും സന്തോഷവും ഒക്കെ നൽകുന്ന ഒന്നായിരിക്കും എന്ന് നാം മനസ്സിലാക്കണം. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. ശാന്തിനികേതനം. കൽക്കത്ത നഗരത്തിൽ നിന്ന് 100 നാഴിക അകലെ കിടക്കുന്ന ബോൾപൂർ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയ ഉടനെ തന്നെ ചെറിയൊരു അങ്ങാടി കടക്കുന്നതോടുകൂടി പരിഷ്കാര സ്പർശമേൽക്കാത്ത ഏകാന്തമായ ഒരു ഉൾനാട്ടിൻ്റെ മടിത്തട്ടിലാണ് നാം എത്തിച്ചേരുക. നഗരത്തിൻ്റെ നിരന്തരമായ ഖരഖരാരവത്തിൽ നിന്ന്, ഖരഖരാരവം എന്ന് പറഞ്ഞാൽ പരുക്കൻ ശബ്ദം, നഗരത്തിരക്കിൻ്റെ ശബ്ദം, നമുക്ക് തെല്ലിട നിർവൃതി നൽകുവാൻ പോകുന്ന വിശ്വവിഖ്യാതമായ ലോകപ്രസിദ്ധമായ ആ കുഗ്രാമത്തിൻ്റെ, കുഗ്രാമം എന്ന് വെച്ചാൽ പരിഷ്കാരമില്ലാത്ത ഗ്രാമം, പ്രശാന്തവും മൂകവുമായ കുശലപ്രശ്നം നമ്മുടെ ഉൾത്തളിർ കോരിത്തരിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് വിശ്വവിഖ്യാതമായ ആ കുഗ്രാമത്തിലേക്കാണ്. ശാന്തിനികേതനം എന്ന് പറയുന്ന പ്രശാന്തമൂകമായ ആ ഖരഖരാരവത്തിൽ നിന്ന്, നഗരത്തിൻ്റെ നിരന്തരമായ തുടർച്ചയായ ആ
ആരവങ്ങളിൽ നിന്ന്, പരുക്കൻ ശബ്ദങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിന് നിർവൃതി നൽകുവാൻ പോകുന്ന ആ ലോകപ്രസിദ്ധമായിട്ടുള്ള ഒരു കുഗ്രാമത്തിലാണ്, നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലാണ് ശാന്തിനികേതനം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ പ്രശാന്തവും മൂകവുമായ ഒരു കുശലപ്രശ്നം നമ്മുടെ ഉൾത്തളിർ കോരിത്തരിപ്പിക്കാൻ, നമ്മുടെ മനസ്സിൽ അത്രയ്ക്കും ഒരു ശാന്തിയും സമാധാനവും ഒക്കെ ഉൾക്കൊള്ളാൻ പാകത്തിന് ശാന്തിനികേതനത്തിലേക്ക് നമ്മളിത് കാലെടുത്ത് വെക്കുകയാണ്. അപ്പം ഞാൻ ഈ പാഠഭാഗത്ത് പറയുന്ന ഓരോ വാക്കുകളും ആവർത്തിച്ച് പറയുന്നുണ്ട്, അർത്ഥം പറയുന്നുണ്ട്, അതിൻ്റെ വിഗ്രഹാർത്ഥം പറയുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കുക. ശാന്തിനികേതനത്തിലേക്ക് പോകുന്ന 3 മൈൽ നീളത്തിലുള്ള പാത മുന്നിൽ കാണുന്നു. കാളവണ്ടി ചക്രങ്ങളുടെ പാടുകൾ പതിഞ്ഞ് കുഴിഞ്ഞും ചേടിമണ്ണ് മൂടിയും കിടക്കുന്ന ജരാനര ബാധിച്ച ആ പടുകിഴവൻ പാത. അത് മാർക്ക് ചെയ്യുക. ജരാനര ബാധിച്ച ആ പടുകിഴവൻ പാത പാടങ്ങളുടെ നടുവിലൂടെ അങ്ങനെ വളഞ്ഞു പോകുന്നു. ടാഗോറിൻ്റെ സുപ്രസിദ്ധങ്ങളായ ചില ഗ്രാമീണ ചെറുകഥകളിലൂടെ ഈ നാടൻ പാതയുമായി നമുക്ക് മുമ്പ് തന്നെ പരിചയമുണ്ടോ എന്ന് തോന്നും. മാർക്ക് ചെയ്ത വരി ഓർമ്മയുണ്ടല്ലോ, ഏതായിരുന്നു? ജരാനര ബാധിച്ച ആ പടുകിഴവൻ പാത. എന്താണ് അതിൻ്റെ അർത്ഥം? ജരാനര ബാധിച്ച പടുകിഴവൻ പാത എന്ന് പറഞ്ഞാൽ പാതയുടെ കാലപ്പഴക്കമാണ്. വാർദ്ധക്യത്തിലായി, കാലപ്പഴക്കം, ഒട്ടേറെ കാലമായി ആ പാത അതിലൂടെ അങ്ങനെ കടന്നു പോകുന്നു. കാലപ്പഴക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അതിൽ ജരാനര എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ജരയും നരയും അല്ലേ? അപ്പോൾ ജര എന്ന പദം അർത്ഥമാക്കുന്നത് തൊലിപ്പുറത്തെ ചുളിവാണ്. ജര എന്ന് പറഞ്ഞാൽ തൊലിപ്പുറത്തെ ചുളിവ്. നര എന്ന് പറഞ്ഞാൽ പ്രായം ചെന്നാൽ മുടി നരയ്ക്കുകയും പല്ല് കൊഴിയുകയും ഒക്കെ ചെയ്യും അല്ലേ? അത് നമ്മുടെ പ്രായാധിക്യത്തെ എടുത്തു കാണിക്കുന്ന, അല്ലെങ്കിൽ പ്രായമായി എന്നതിൻ്റെ സൂചനയാണ് മുടി നരയ്ക്കാൻ തുടങ്ങുക. അത് മാത്രമല്ല, നമ്മുടെ തൊലിയൊക്കെ, സ്കിന്നൊക്കെ അങ്ങനെ പതുക്കെ പതുക്കെ ചുളിഞ്ഞു തുടങ്ങുകയും ചെയ്യും. അതാണ് ജരാനര എന്ന് പറഞ്ഞാൽ. ജര എന്ന വാക്കിനർത്ഥം തൊലിപ്പുറത്തെ ചുളിവാണ്. നര എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി നരയ്ക്കുക എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ജരാനര ബാധിച്ച പടുകിഴവൻ പാത എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? പാതയുടെ കാലപ്പഴക്കമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത പേജ് ശ്രദ്ധിക്കൂ. ബംഗാളിലെ ഗ്രാമങ്ങളിൽ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗി പ്രതിഫലിച്ച് കാണുന്നു. കേരളത്തെ കൂടുതൽ കോമളമാക്കി തീർക്കുന്ന, മനോഹരമാക്കി തീർക്കുന്ന ഇടതെങ്ങിയ തെങ്ങിൻ തോപ്പുകളുടെ പച്ചവർണ്ണ പകിട്ടോ ചിന്നിക്കിടക്കുന്ന കുന്നിൻ നിരകളുടെ നിശ്ചലമായ പശ്ചാത്തലങ്ങളോ ബംഗാളിലെ ഉൾനാടുകളെ അനുഗ്രഹിച്ചിട്ടില്ലെങ്കിലും മറ്റു പ്രകാരത്തിൽ ഇവ കേരളത്തിലെ ഉൾനാടുകളോട് അത്ഭുതകരമായ സാമ്യം വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ബംഗാളിലെ ഗ്രാമങ്ങളിൽ കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയാണ് പ്രതിഫലിച്ച് കാണുന്നതെന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. നമ്മുടെ തെങ്ങിൻ തോപ്പുകൾ നിറഞ്ഞ, നമ്മുടെ മനോഹരമായ പച്ചപ്പകിട്ടാർന്ന് കിടക്കുന്ന കുന്നിൻ നിരകളും അങ്ങനെയുള്ള പ്രകൃതി പശ്ചാത്തലം ബംഗാളിൽ ഇല്ല എങ്കിലും മറ്റു പ്രകാരത്തിൽ, മറ്റു പല വിധത്തിലും ഇവ കേരളത്തിലെ ഉൾനാടൻ ഗ്രാമങ്ങളോട് അതിയായ സാമ്യം വഹിക്കുന്നുണ്ട്, സാമ്യമുണ്ട്, ഒരുപോലെയുണ്ടെന്നാണ് പറയുന്നത്. അങ്ങിങ്ങായി തെങ്ങുകളും താലവൃക്ഷങ്ങളും തലയുയർത്തി നിൽക്കുന്ന പറമ്പുകൾ, മുളങ്കൂട്ടം തെറിച്ചു നിൽക്കുന്ന മതിലുകൾ, വാഴത്തോട്ടങ്ങൾ, പച്ചക്കറി വളപ്പുകൾ, ആൽത്തറകൾ, ആമ്പൽ കുളങ്ങൾ ഇവയൊക്കെ ഭംഗിയിൽ നിരത്തിവെച്ച ഇവിടത്തെ ചില ഗ്രാമമൂലകളിൽ വന്നു ചേരുമ്പോൾ നാം മലയാളത്തെ അനുസ്മരിക്കുകയല്ല, അനുഭവിക്കുക തന്നെ ചെയ്യുന്നു. മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ എവിടെ മുതൽക്ക്? തെങ്ങുകളും താലവൃക്ഷങ്ങളും തുടങ്ങി ഈ വന്നു ചേരുന്നു എന്ന് പറയുന്ന, നമ്മൾ അനുഭവിക്കുകയാണ് എന്ന് പറയുന്നിടം വരെ കേരളത്തിൻ്റെ എന്താണ്? ഒരു പകർപ്പ്, ഒരു ഗ്രാമത്തിൻ്റെ പകർപ്പ് അവിടെ പതിച്ചു വെച്ചതാണോ എന്ന് തോന്നുന്ന രീതിയിലാണ് അവിടെ പൊറ്റക്കാട്ട് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. പരന്ന നെൽപ്പാടങ്ങളുടെ കരയിൽ കാണുന്ന ആ പുല്ലുമേഞ്ഞ കർഷക കുടിലുകൾ മലയാളക്കരയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണോ എന്ന് തോന്നും. വരികൾ മാർക്ക് ചെയ്യേണ്ടതാണ്. ആ പുല്ലുമേഞ്ഞ കർഷക കുടിലുകൾ മലയാളക്കരയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണോ എന്ന് തോന്നും. ആ മാതൃകയിലുള്ള പുല്ലുമാടങ്ങൾ മലയാളത്തിലും ബംഗാളിലും അല്ലാതെ ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണുകയില്ല. നമുക്ക് ശാന്തിനികേതനത്തിലേക്ക് പതുക്കെ യാത്ര തുടരാം. പാതയുടെ ഇരുപാടും കണ്ടെത്താത്ത ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന നെൽപ്പാടങ്ങളിൽ കറുത്ത പുള്ളികൾ പോലെ തോന്നുന്ന പുല്ലുമാടങ്ങളിൽ നിന്ന് അത്താഴം ഒരുക്കുന്നതിൻ്റെ പുക
നേരിയ ചുരുളുകളായി മേഘബാധയില്ലാത്ത, അതായത് തെളിഞ്ഞ ആകാശം, മേഘങ്ങളൊന്നുമില്ല, മേഘബാധയില്ലാത്ത മാനത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്നു. എല്ലായിടത്തും എങ്ങനെയാണ്? അത്താഴം ഒരുക്കുന്നതിൻ്റെ പുകച്ചുരുളുകൾ മേഘങ്ങളൊന്നുമില്ലാത്ത ആ തെളിഞ്ഞ ആകാശവിതാനത്തിലേക്ക് ഉയർന്നു പൊങ്ങുന്ന കാഴ്ച. നേരത്തെ ഞാൻ അടയാളപ്പെടുത്താൻ പറഞ്ഞ വരി ശ്രദ്ധിച്ചോ? മലയാളക്കരയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണോ എന്ന് എസ്.കെ. പൊറ്റക്കാടിന് തോന്നിയ കാഴ്ച എന്താണ്? നെൽപ്പാടങ്ങളുടെ കരയിലെ പുല്ലുമേഞ്ഞ കുടിലുകൾ. ഒന്നുകൂടി പറയാം, മലയാളക്കരയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണോ എന്ന് ലേഖകൻ പറയുന്ന കാഴ്ച എന്താണ്? നെൽപ്പാടങ്ങളുടെ കരയിലെ പുല്ലുമേഞ്ഞ കുടിലുകളെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെയും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഈ പേജിലുണ്ട്. ചില ഗ്രാമങ്ങളിൽ വന്നു ചേരുമ്പോൾ നാം മലയാളത്തെ അനുസ്മരിക്കുകയല്ല, അനുഭവിക്കുക തന്നെ ചെയ്യുന്നു. ഈ വായിച്ച പേജിൽ തന്നെ അടയാളപ്പെടുത്തേണ്ടതാണ്. വേഗം കണ്ടുപിടിച്ചു, അടയാളപ്പെടുത്തിക്കോ. ചില ഗ്രാമങ്ങളിൽ വന്നു ചേരുമ്പോൾ നാം മലയാളത്തെ അനുസ്മരിക്കുകയല്ല, അനുഭവിക്കുക തന്നെ ചെയ്യുന്നു. എന്താണ് അദ്ദേഹം ഇങ്ങനെ പറയാൻ കാരണം? അവിടെ ഇത് 4 മാർക്കിൻ്റെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് ചോദിക്കാവുന്ന നല്ല സുന്ദരമായൊരു ചോദ്യമാണ്. കേരളീയ ഗ്രാമത്തിൻ്റെ ചാരുത അവിടെ ഉണ്ട്. അത് ബംഗാളിൽ കാണാം. ആൽത്തറകൾ, അമ്പലക്കുളങ്ങൾ, നെൽപ്പാടങ്ങൾ, പുൽവീടുകൾ, അങ്ങനെ ഗ്രാമത്തിൻ്റെ ശാന്തിയും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശത്തെ നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഭാഗത്ത് പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഭംഗിയായിട്ട് അടയാളപ്പെടുത്തി പഠിച്ചു വയ്ക്കുക. ചെയ്യില്ലേ? ഈ ചോദ്യം തന്നെ ഇങ്ങനെയും ചോദിക്കാം. ബംഗാളിലെ കാഴ്ചകൾ സ്വന്തം നാടിനെ ഓർമ്മപ്പെടുത്തുന്നതെങ്ങനെ? കണ്ടെത്തുക. നഗരത്തിൻ്റെ നിരന്തരമായ ഖരഖരാരവം, ഒഴിഞ്ഞ പാടങ്ങളിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ചെറിയ നിരത്ത്. സമാനമായ പ്രയോഗങ്ങൾ പാഠഭാഗത്തു നിന്നും കണ്ടെത്തി എഴുതുക. ഇത്തരം പ്രയോഗങ്ങൾ യാത്രാ വിവരണത്തെ കൂടുതൽ മനോഹരമാക്കുന്നത് എങ്ങനെ? അങ്ങിങ്ങായി കാണാവുന്ന തെങ്ങുകളും താലവൃക്ഷങ്ങളും, തലയുയർത്തി നിൽക്കുന്ന പറമ്പുകളും, ആലിൻചുവടുകൾ, ആൽത്തറകൾ, മുളങ്കൂട്ടങ്ങൾ, തെറിച്ചു നിൽക്കുന്ന മതിലുകൾ, പച്ചക്കറിത്തോട്ടങ്ങൾ, ആമ്പൽക്കുളങ്ങൾ, പിന്നെ ഇതെല്ലാം തന്നെ മലയാളത്തെ അനുസ്മരിപ്പിക്കുകയല്ല, അനുഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഗ്രാമഭംഗിയുടെ സൗന്ദര്യാത്മകത എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരം വാക്കുകളൊക്കെ പ്രയോഗിച്ചിട്ടുള്ളത്. നഗരജീവിതത്തിൻ്റെ ആ അരാജകത്വം എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഖരഖരാരവം എന്ന പദത്തിൽ നഗരത്തിലെ കോലാഹലങ്ങൾ ഉള്ളതായി രേഖപ്പെടുത്തുന്നത്. ഇങ്ങനെ പല ഗ്രാമീണ കാഴ്ചകളും കണ്ടുകൊണ്ട് തെല്ലു ദൂരം നടന്നാൽ നാം കുറേ ചെറിയ വീടുകൾ ചിതറിക്കിടക്കുന്ന ഒരു പ്രദേശത്ത് ചെന്നെത്തും. അവിടെ നിന്ന് അങ്ങോട്ട് വഴി കാണുന്നില്ല. നാം സംശയിക്കുന്നു, വിശ്വവിഖ്യാതമായ ആ സർവകലാശാല എവിടെ? ഞാൻ അവിടെ കണ്ടൊരു ബംഗാളിയോട് ചോദിക്കുക തന്നെ ചെയ്തു. ശാന്തിനികേതനത്തിലേക്കുള്ള വഴി ഏതാണ്? അയാൾ ആദ്യം സംശയാത്മകമായി എന്നെ ഒന്ന് വീക്ഷിച്ചു. പിന്നെ എൻ്റെ അജ്ഞതയ്ക്കൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് 4 പാടും ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു തന്നു. വരി മാർക്ക് ചെയ്തോളൂ. പിന്നെ എൻ്റെ അജ്ഞതയ്ക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് 4 പാടും ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു തന്നു. ഇതെല്ലാം തന്നെ ശാന്തിനികേതനം. നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നു. നാം കുറഞ്ഞൊന്ന് ലജ്ജിക്കുന്നു. നമ്മുടെ ഭാവനയിൽ നിലകൊണ്ടിരുന്ന വിശ്വവിദ്യാലയം മാഞ്ഞു പോകുന്നു. പകരം ഒരു പുണ്യാശ്രമം, ഒരു പുണ്യഭൂമി എന്ന പോലെ മുൻപിൽ തെളിഞ്ഞു കാണുന്നു ശാന്തിനികേതനം. അതെ, ഇന്ത്യയിലെ മറ്റൊരു വിശ്വവിഖ്യാത കേന്ദ്രമായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയെ പോലെ തന്നെ കണ്ണഞ്ചിക്കുന്ന റോസ് വർണ്ണത്തിലുള്ള കെട്ടിടങ്ങളുടെ ഖണ്ഡാകൃതിയിലുള്ള ശൃംഗങ്ങളോ, സർവകലാശാലയുടെ നാമധേയം കൊണ്ട് ബൃഹത് ലിപികളിൽ എഴുതിവെച്ച ഗംഭീര ഗോപുരദ്വാരമോ ഇവിടെ നമ്മുടെ നയനങ്ങളെ എതിരേൽക്കുവാനില്ല. ശാന്തിനികേതനത്തിന് അതിർത്തി നിർണയം ചെയ്യുന്ന ഭിത്തികൾ പോലുമില്ല. വായുവിൽ സംഗീത വീജികൾ പോലെ പരിസരത്തിലെ വിശാലതയിൽ കുറേ കുടിലുകൾ ഉൾച്ചേർന്ന് കിടക്കുന്നു. പുല്ലുമേഞ്ഞ കുറേ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും തകിടികളുടെയും മധ്യേ ഒരു വിശ്വവിദ്യാലയം സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ആദ്യം വിശ്വസിക്കുവാൻ കഴിയില്ലെങ്കിലും ക്രമേണ അവിടുത്തെ പരിസരങ്ങളുമായി നാം പരിചയപ്പെടുമ്പോൾ നമുക്ക് തോന്നി തുടങ്ങും, കൂറ്റൻ കെട്ടിടങ്ങൾ ഈ പ്രദേശത്തെ അലങ്കോലപ്പെടുത്താഞ്ഞത് എത്ര നന്നായി എന്ന്. ഈ പേജിൽ മാർക്ക് ചെയ്യാൻ പറഞ്ഞൊരു വരി ഓർമ്മയുണ്ടോ? പിന്നെ എൻ്റെ അജ്ഞതയ്ക്കൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട്
എസ് കെ പൊറ്റക്കാട് കണ്ടുമുട്ടിയ ആ നാട്ടുകാരൻ്റെ പുഞ്ചിരിയിൽ തെളിയുന്നത് എന്തെല്ലാം? അങ്ങനെ ഒരു ചോദ്യം വന്നാൽ എന്തെഴുതും? എന്താണ് അയാൾ പുഞ്ചിരിക്കാൻ കാരണം? അപരിചിതനാണ് എന്ന ബോധം അതുണ്ട്. പിന്നെ ശാന്തി നികേതനത്തെക്കുറിച്ച് എസ് കെ പൊറ്റക്കാട്ടിന് ഒന്നും അറിയില്ല എന്ന ചിന്ത. ഈ രണ്ട് കാര്യങ്ങളെ കൊണ്ടാവും ആ ബംഗാളി ഇദ്ദേഹത്തെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പോയത്. വേറെ വരി നിങ്ങൾ ശ്രദ്ധിച്ചോ? ശാന്തി നികേതനത്തിലേക്കുള്ള വഴി ഏതാണ് എന്ന് എസ് കെ ചോദിക്കുന്നുണ്ട്. ആ സംശയത്തിൽ നിഴലിക്കുന്ന ഭാവം എന്താണ്? അത്ഭുതമാണ്. കാരണം പൊറ്റക്കാടിൻ്റെ സങ്കല്പത്തിലുള്ള ഒരു സ്ഥലത്തേക്കല്ല ചെന്നെത്തിയിരിക്കുന്നത്. അദ്ദേഹം വിചാരിച്ചിട്ടുള്ള ഒരു വിദ്യാലയം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിലല്ല, തികച്ചും ഗ്രാമീണമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ തികച്ചും അത്ഭുതത്തോടെയാണ് ശാന്തിനികേതനത്തിലേക്കുള്ള വഴി ഏതാണെന്ന് അദ്ദേഹം ചോദിക്കുന്നത്. അവിടെ സ്ഫുരിക്കുന്ന, മുഖത്ത് സ്ഫുരിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിൽ ഊറുന്ന ഭാവം എന്ന് പറയുന്നത് അത്ഭുതമാണ്. കറുത്ത പരുത്ത മൺചുമരുകളും പുല്ലുമേഞ്ഞ മേൽപ്പുരയുമുള്ള ഒരെളിയ പർണശാലയാണ് വിശ്രുതമായ കലാഭവനം, പേരുകേട്ട കലാഭവനം. വിശ്വഭാരതി സർവകലാശാലയിലെ ഒരു പ്രത്യേക വിഭാഗമാണിത്. വിദഗ്ധനായ ഒരു കലാകാരൻ്റെ കൈപ്പാടുകൾ ഈ ഭവനത്തിൻ്റെ ചുമരുകളിൽ പതിഞ്ഞു കാണുന്നുണ്ട്. 1922 ഇത് തുടങ്ങിയത്. ഇതിനകത്ത് ചിത്രകലയിൽ പരിശീലനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന സാമഗ്രികൾ വൃത്തിയായി സജ്ജമാക്കി വെച്ച പ്രത്യേകം ഇരിപ്പിടങ്ങളുണ്ട്. പ്രാചീനവും അർവാചീനവുമായ ഭാരതീയ ചിത്രകലകളുടെ മാതൃകകൾ കാണിക്കുവാൻ വിശ്രുത ചിത്രകാരന്മാരുടെ പ്രധാന ചിത്രങ്ങൾ ചുമരുകളിൽ തൂക്കിയിട്ടിരിക്കുന്നതിന് പുറമെ ഒരു പ്രത്യേക ചിത്രകലാ പ്രദർശന മുറിയുമുണ്ട്. ഇവയിൽ ടാഗോർ വരച്ച ചില ആദ്യ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈയക്ഷരത്തിലുള്ള ചില ഇംഗ്ലീഷ് കവിതകളും നന്ദലാൽ ബോസിൻ്റെ ചില ചിത്രങ്ങളും അദ്ദേഹം ഭംഗിയായി ഇംഗ്ലീഷിൽ പകർത്തിയ വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ എന്ന് തുടങ്ങുന്ന ഗീതാഞ്ജലിയിലെ സുപ്രസിദ്ധ വരികളും നമ്മെ പ്രത്യേകം ആകർഷിക്കുന്നു. കലാഭവന വിദ്യാർത്ഥികളുടെ പ്രത്യേക ഉപയോഗത്തിനായി കലാപരമായ ഗ്രന്ഥങ്ങൾ അടങ്ങിയ ഒരു ഒന്നാന്തരം ഗ്രന്ഥശാലയും ഇതിലുണ്ട്. സുപ്രസിദ്ധ കലാകാരനായ നന്ദലാൽ ബോസിൻ്റെ കീഴിലാണ് കലാഭവനം. ഇതിനകത്തെവിടെയും ഒരു ലാളിത്യവും സ്വച്ഛതയും ശാന്തിയും തമ്മിൽ പുണർന്നു കിടക്കുന്നു. ഒരു ചിത്രകാരൻ്റെ ഭാവനയെ വികസിപ്പിക്കുവാൻ പര്യാപ്തമായ ഉതകുന്ന ഒരു പ്രത്യേക അന്തരീക്ഷവും കൃത്രിമമെന്ന് തോന്നാത്ത ഒരെളിയ പശ്ചാത്തലവും കലാദേവിയുടെ ഈ കേളി ഗൃഹത്തിന് മാറ്റുകൂട്ടുന്നു. കലാഭവനത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി സംഗീത ഭവനം സ്ഥിതി ചെയ്യുന്നു. ഇവിടെ സംഗീതത്തിലും നൃത്തനൃത്യങ്ങളിലും അഭ്യസനം നൽകി വരുന്നു. പ്രാചീനവും അർവാചീനവുമായ എന്ന് പറഞ്ഞാൽ ഏറ്റവും പഴയതും പുതിയതുമായുള്ള എന്ന അർത്ഥത്തിലാണ് പരാമർശിക്കപ്പെടുന്നത്. ഈ ഭാഗത്തു നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നത് വിശ്വഭാരതി സർവകലാശാലയുടെ കലാഭവനത്തിൽ വിദഗ്ധനായ ഒരു കലാകാരൻ്റെ കൈപ്പാടുകൾ കാണാം എന്ന എസ് കെയുടെ നിരീക്ഷണത്തിൻ്റെ പൊരുൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. ഈ പേജിൻ്റെ തുടക്കത്തിൽ ആദ്യം ഖണ്ഡികയിൽ പറയുന്നതാണ് വിദഗ്ധനായ ഒരു കലാകാരൻ്റെ കൈപ്പാടുകൾ ഈ ഭവനത്തിൻ്റെ ചുമരുകളിൽ പതിഞ്ഞു കാണുന്നുണ്ട്. എങ്ങനെയാണ് അത് എഴുതുക? അതിലെ പ്രധാന പോയിന്റ്സ് ഇതൊക്കെയാണ്. അതായത് ആ പർണശാലയിൽ ഭാരതീയ ചിത്രകലയെ പരിചയപ്പെടാനും പഠിക്കാനുമുള്ള അവസരമുണ്ട്. പഴയതും പുതിയതുമായിട്ടുള്ള, അതായത് പ്രാചീനവും അർവാചീനവുമായിട്ടുള്ള ചിത്രങ്ങളുടെയൊക്കെ ശേഖരമുണ്ട്. അതുമാത്രമല്ല ടാഗോർ ചിത്രങ്ങൾ, കവിതകൾ എന്നിവ ഉചിതമായ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വിശ്വഭാരതി സർവകലാശാലയുടെ കലാഭവനം വിദഗ്ധനായ ഒരു കലാകാരൻ്റെ കയ്യൊപ്പ് കാണാമെന്ന് പറയുന്ന എസ് കെ പൊറ്റക്കാടിൻ്റെ നിരീക്ഷണം വളരെ അർത്ഥവത്താണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് താഴെ വരുന്ന കാര്യങ്ങളുണ്ടല്ലോ. ചിത്രകലയിൽ പരിശീലനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ട സാമഗ്രികൾ വൃത്തിയായി സജ്ജമാക്കി വച്ചിരിക്കുന്നു. പ്രാചീനവും അർവാചീനവുമായ ഭാരതീയ ചിത്രകലകളുടെ മാതൃകകൾ ഇവിടെയുണ്ട്. വിശ്രുത ചിത്രകാരന്മാരുടെ പ്രധാന ചിത്രങ്ങൾ ഇവിടെയുണ്ട്. ടാഗോർ വരച്ച ചിത്രങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈയക്ഷരത്തിലുള്ള ചില ഇംഗ്ലീഷ് കവിതകളുണ്ട്. അങ്ങനെ ഗീതാഞ്ജലിയിലെ സുപ്രസിദ്ധമായ വരികളുണ്ട്. അങ്ങനെ കലാഭവനം വിദഗ്ധനായിട്ടുള്ള ഒരു കലാകാരൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ
ഇടമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒഴിഞ്ഞ പാടങ്ങളിലൂടെ ഇഴഞ്ഞു പോകുന്ന ഒരു ചെറിയ നിരത്ത് നമ്മെ 2 നാഴിക പടിഞ്ഞാറുള്ള ശ്രീനികേതനത്തിലേക്ക് നയിക്കുന്നു. വിശ്വഭാരതിയുടെ ഒരു വിഭാഗമായ ഗ്രാമീണ പുനരുദ്ധാരണത്തിൻ്റെ കേന്ദ്രമാണ് ശ്രീനികേതനം. ശ്രീനികേതനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്തുനിന്ന് വരാവുന്നതാണ്. ശ്രദ്ധയോടെ കേൾക്കുക. ശാന്തിനികേതനത്തേക്കാൾ വിശാലമായൊരു സ്ഥലമാണിത്. തങ്ങളുടെ സ്വന്തം സൃഷ്ടിപരവും പ്രായോഗികവുമായ കർമ്മ പദ്ധതികളെ കൊണ്ട് ഉറപ്പോടുകൂടി ഉത്കൃഷ്ടമായ ഒരടിത്തറമേൽ ദേശീയ ആദർശങ്ങൾ പണിയുവാൻ തൻ്റെ നാട്ടുകാരായ സഹോദരരെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ എന്താണ് ശ്രീനികേതനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് നിഷ്പ്രയാസം എഴുതാവുന്നതാണ്. ശാന്തിനികേതനത്തിലെ സംസ്കാര കേന്ദ്രത്തെ പുഷ്ടിപ്പെടുത്തുന്നതോടൊപ്പം കുഗ്രാമങ്ങളിൽ പാർത്ത് ദാരിദ്ര്യത്തോട് എതിർത്ത് കാർഷിക വൃത്തി കൊണ്ട് മാത്രം ഉപജീവനം കഴിച്ചു വരുന്ന തൻ്റെ ഭൂരിപക്ഷം നാട്ടുകാരുടെയും സാമ്പത്തിക സ്ഥിതിയെ കൂലങ്കഷമായി പഠിച്ച് അവരുടെ ദുരിതങ്ങൾക്കൊരു പരിഹാരം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. കൂലങ്കഷമായി പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് വളരെ സൂക്ഷ്മമായ നിരീക്ഷണത്തോടുകൂടി വിശദമായിട്ടുള്ളൊരു പഠനം അവിടെ ചെയ്യുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. അതിന് പരിഹാരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല 1922 മഹാകവി ശാന്തിനികേതനത്തോടനുബന്ധിച്ചുകൊണ്ട് ഇത് സ്ഥാപിച്ചത്. ഏതുതരം ഗ്രാമീണ പര്യവേഷണങ്ങൾക്കും പറ്റിയ ഒരു ഒതുങ്ങിയ ശാന്തമായ പരിസരമാണ് ശ്രീനികേതനത്തിനുള്ളത്. ഇനി ഈ ഭാഗത്തുനിന്ന് വരാവുന്ന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. വിശ്വഭാരതിയിലെ ശ്രീനികേതനം ടാഗോറിൻ്റെ ജീവിത ദർശനത്തിൻ്റെ നേർസാക്ഷ്യമാണ്. ഒരു സ്വാഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഒരു ചോദ്യം വരാവുന്നതാണ്. ശ്രീനികേതനം ഗ്രാമീണ പുനരുദ്ധാരണത്തിൻ്റെ കേന്ദ്രമാണ്. ഗ്രാമീണരിൽ സാശ്രയശീലം, അവർക്ക് സ്വന്തമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഒരു കഴിവ് വളർത്തിയെടുക്കാൻ വേണ്ടി പരിശീലിപ്പിക്കുന്നു. കൃഷിയിലൂടെ ഗ്രാമീണരുടെ സാമ്പത്തിക സ്ഥിതി ഭദ്രമാക്കാനുള്ള ശ്രമങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഉത്തരത്തിൻ്റെ ഒരു ചുരുക്കമാണ്. നിങ്ങളത് വിശദീകരിച്ച് എഴുതുക എന്നുള്ളതാണ് പ്രധാനം. 2 മാർക്കാണെങ്കിലും 4 മാർക്കാണെങ്കിലും എഴുതാനുള്ള പ്രാപ്തി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. പാഠഭാഗം വീണ്ടും വായിക്കുക. ചോദ്യോത്തരങ്ങൾ വീണ്ടും ശ്രദ്ധയോടെ കേൾക്കുക. പിന്നെ കഴിഞ്ഞ പേജിൽ നമ്മൾ നന്ദലാൽ ബോസ് എന്നൊരു പേര് കേട്ടല്ലോ. വിശ്വഭാരതിയുടെ കലാഭവൻ ഡയറക്ടറായിരുന്നു നന്ദലാൽ ബോസ്. ഭാരതീയ ചിത്രകലയെ പുനരുദ്ധരിച്ച കലാകാരനാണ്. ഇന്ത്യയിലെ പ്രാചീന കലാരൂപങ്ങൾ, മുഗൾ, പേർഷ്യൻ, ജപ്പാൻ തുടങ്ങിയ കലാരൂപങ്ങൾ മനസ്സിലാക്കി സ്വതന്ത്രമായ കലാസൃഷ്ടികൾക്ക് രൂപം നൽകിയ വ്യക്തിയാണ്. ശാന്തിനികേതനത്തെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കാനുള്ള ചോദ്യം വരാവുന്നതാണ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പിതാവായ ദേവേന്ദ്രനാഥ ടാഗോർ 1863 തുടക്കം കുറിച്ച് ശാന്തിനികേതൻ 1901 ഒരു വിദ്യാലയവും കലാകേന്ദ്രവുമായി മാറ്റുകയായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ. പരിസ്ഥിതി കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസ കേന്ദ്രവും സാംസ്കാരിക ഇടവുമാക്കി അദ്ദേഹം അതിനെ മാറ്റി. കൊൽക്കത്തയിലെ ബിർഭൂം ജില്ലയിലെ ബോൽപൂർ ഗ്രാമത്തിലാണ് ശാന്തിനികേതൻ സ്ഥിതി ചെയ്യുന്നത്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഇടമെന്ന അർത്ഥത്തിലാണ് ശാന്തിനികേതനം എന്ന പേര് നൽകിയത്. നോബൽ സമ്മാനത്തിൻ്റെ ഭാഗമായി ലഭിച്ച തുക മുഴുവൻ ടാഗോർ ശാന്തിനികേതനത്തിനായി മാറ്റിവെച്ചു. അദ്ദേഹത്തിൻ്റെ ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. 1921 ഈ വിദ്യാലയം വിശ്വഭാരതി സർവകലാശാലയായി മാറി. 1951 ഇത് കേന്ദ്ര സർവകലാശാലയ്ക്ക് ഉയർത്തി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളും ഭാരതവും ഒന്നിക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് വിശ്വഭാരതി എന്ന പേര് നൽകിയത്. എത്ര വിശ്വം ഭവത്യേകനീടം, ഇവിടെ ലോകം ഒരു പക്ഷിക്കൂടായി മാറുന്നു എന്നതാണ് ആ കലാലയത്തിൻ്റെ മുദ്രാവാക്യം. ടാഗോറിൻ്റെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, പ്രകൃതി, കലാദർശനങ്ങൾ ഒത്തുചേരുന്ന ശാന്തിനികേതൻ വിശ്വമാനവികതയുടെയും ഇന്ത്യയുടെ മഹത്തായ സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും ഏറ്റവും മികച്ച ഇടങ്ങളിലൊന്നാണ്. 2023 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചതോടെ ഇവിടം ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൂടുതൽ അടുത്തിരിക്കുന്നു. പുല്ലുമേഞ്ഞ കുറേ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും മധ്യേ ഒരു വിശ്വവിദ്യാലയം, കലാഭവനം, സംഗീത ഭവനം, ഗ്രാമീണ പുനരുദ്ധാരണം കേന്ദ്രം. ശാന്തിനികേതനത്തിലെ വിദ്യാഭ്യാസ രീതികളുടെ ചില പ്രത്യേകതകളാണിവ. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. എന്തൊക്കെയാണ്? പ്രകൃതിയുടെ ഭാഗമായി മാറുന്ന പഠനമായിരുന്നു ശാന്തിനികേതനിൽ ഉണ്ടായിരുന്നത്. അവിടെ പ്രകൃതിയും പഠനവും രണ്ടും രണ്ടായിട്ടായിരുന്നില്ല. പാഠങ്ങൾ എന്നത് പ്രകൃതിയായിരുന്നു.
ഒരുക്കിയിരുന്നത്. പ്രകൃതി പാഠങ്ങൾ അല്ലേ? പുല്ലുമേഞ്ഞ കുറേ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും പുൽത്തകിടികളുടെയും മധ്യ ഒരു വിശ്വവിദ്യാലയം. കലാഭവനം എന്നത് ചിത്രശില്പ കലാപഠനങ്ങൾ, സംഗീത ഭവനം എന്നത് സംഗീത നൃത്ത പഠനങ്ങൾ എന്നിങ്ങനെ ലാളിത്യവും സ്വച്ഛതയും ശാന്തിയും തമ്മിൽ പുണർന്നു കിടക്കുന്നു. ആരും തമ്മിൽ അതിരുകളില്ലാതെ പങ്കുവയ്ക്കൽ തുടർന്നുകൊണ്ടേയിരുന്നു. സാമൂഹ്യ ചുറ്റുപാടുകളെ അറിയാനും പഠിക്കാനും സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനും പരിശീലിക്കുന്നതിന് ശ്രീനികേതനം ഗ്രാമീണ പഠന കേന്ദ്രം. അത് ഗ്രാമത്തിലെ ജനങ്ങളെ പുനരുദ്ധാരണം ചെയ്യുക, അവർക്ക് വേണ്ടതായ സ്വാശ്രയശീലം വർദ്ധിപ്പിക്കാനും മറ്റും കുട്ടികളുടെ സമഗ്രമായ കഴിവുകൾ കണ്ടെത്താനും വളർത്താനുമുള്ള ഒരിടം. കുട്ടികളിൽ ജന്മനാ കിട്ടുന്ന മാനുഷിക മൂല്യങ്ങളിൽ എന്നും അങ്ങനെ തന്നെ നിലനിർത്താൻ അത് സഹായിക്കും. അതിരുകളും അതിർത്തികളും ഇല്ലാത്ത ഭൂമിയിൽ അറിവായി വളരാൻ കുട്ടികൾക്ക് കഴിയും. മാനവിക മൂല്യങ്ങളും ഉത്തരവാദിത്വ ബോധവും കുട്ടിക്കാലം മുതൽ രൂപപ്പെടുത്തിയെടുക്കാൻ ഈ ഗ്രാമീണ പുനരുദ്ധാരണ കേന്ദ്രം, ഈ ശ്രീനികേതനം സഹായിക്കുമെന്നതിന് പൂർണ്ണമായും ഉറപ്പു നൽകുന്നു.